സമരത്തില് നമുക്ക് വിശ്വാസമില്ല. ആത്മഹത്യ തന്നെ വഴി. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഈ വയസ്സുകാലത്ത് ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങൾക്ക് തൊഴിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവര് രണ്ടുപേരും കൂടെ അന്ന് പറഞ്ഞ് ഇത്ര അടച്ചാൽ മതി, അടച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണം തിരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അവസ്ഥയെല്ലാം പറഞ്ഞ് ഞങ്ങളെ നവേശൊക്കെ എഴുതി വാങ്ങിച്ചു. അപ്പൊ അവര് പറഞ്ഞിട്ടങ്ങ് പോയി എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവർക്ക് അത്രയ്ക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒരു കലക്ടർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കട്ടെ. അതില് ഗവൺമെന്റിന്റെ റോൾ. 28 വർഷമായി ലോൺ എടുത്തിട്ട്. 28 വർഷം കൊണ്ട് ഇപ്പൊ പൈസ അടച്ചിട്ട് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം നമ്മൾ കയറി ഇറങ്ങി പോണതിന് ഒരു കയ്യും കണക്കൂല. ഈ വികലാംഗനായ ആള് പോണമെങ്കിൽ എത്ര രൂപ ചെലവുണ്ടെന്നറിയാം. നമ്മൾ ആ ദുഃഖപ്പെട്ടാണ് നമ്മൾ പോവുകയും വരെയൊക്കെ ചെയ്യുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശികളായ സുരേന്ദ്രനും മെറ്റിൽഡയ്ക്കും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് അവർ എത്തി നിൽക്കുന്നത്. അതായത് അവരുടെ പ്രമാണം അവർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അദാലത്തിൽ 3 ലക്ഷം അടച്ചു. പക്ഷേ ഇനി 3 ലക്ഷം അടച്ചാലേ പ്രമാണം കിട്ടുമെന്ന് അധികാരികൾ പറഞ്ഞിരിക്കുന്നു. ശാരീരിക പരിമിതികളുണ്ട്. മാത്രമല്ല സാധാരണക്കാരാണ്. ഈ പ്രമാണം കിട്ടാനായി അവർ ഒരുപാട് കയറി ഇറങ്ങുന്നുണ്ട്. വളരെ വലിയ ബുദ്ധിമുട്ടാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് മുന്നിലുള്ള 2 മാർഗങ്ങൾ, ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ സമരം കിടക്കൽ. എന്തായാലും എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പറയുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക്. ഇപ്പോ വർഷങ്ങളായിട്ട് പ്രമാണത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഈ പ്രമാണത്തിന് വേണ്ടി ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നിരുന്ന കളക്ടർ നല്ല ഒരു കളക്ടറായിരുന്നു. മറ്റേ ഈ ഒരു സെഷൻ ഓഫീസർ കൂടി ഉണ്ടായിരുന്നു. സെഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറാണ്. അപ്പൊ അവര് രണ്ടുപേരും കൂടെയാണ് അന്ന് പറഞ്ഞ് ഇത്ര അടച്ചാൽ മതി, അടച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണം തിരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അവസ്ഥയെല്ലാം പറഞ്ഞ് ഞങ്ങളെ നവേശൊക്കെ എഴുതി വാങ്ങിച്ചിട്ടാണ് അവർ പറഞ്ഞത്. ഇത് നിങ്ങൾ അടയ്ക്കും, ഇപ്പൊ ഇത്രയും അടയ്ക്ക്, ചിലപ്പോൾ നിങ്ങളുടെ ഈ അസുഖത്തിന്റെ ഇതെല്ലാം കൂടെ കാണിക്കുമ്പോൾ മിക്കവാറും ഈ കാശ് തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് എഴുതി വാങ്ങിച്ചത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇതിന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൈസ അടച്ചിട്ട് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ ഓരോ അവധികൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. ആ കലക്ടറെ അന്വേഷിച്ചിട്ട് കലക്ടറെ കാണാനില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പോയപ്പോ അവര് പറഞ്ഞ അവര് കലക്ടർ പെൻഷനായി, മോന്റെ കൂടെ ഇപ്പൊ ലണ്ടനിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞിട്ടങ്ങ് പോയി എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവർക്ക് അത്രയ്ക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒരു കലക്ടർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കട്ടെ. അതില് ഗവൺമെന്റിന്റെ റോൾ. ഇപ്പം അതിനുശേഷം പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത്. ഇപ്പൊ ഈ എത്ര സെന്റ് സ്ഥലമായിരുന്നു ഈ ലോൺ വെച്ചത്? 10 സെന്റ്. 1 വർഷമായി ഞങ്ങൾ ഈ ലോൺ അടിക്കുന്ന 97 എടുത്ത് ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരുന്നു. വരുമാനം ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ സർക്കാർ നമ്മുടെ കടയെല്ലാം പൊളിച്ചു ഉറക്കി എടുത്തോണ്ട് പോയപ്പോ പിന്നെ അതോടുകൂടി ഞങ്ങൾ രോഗികളായി അടയ്ക്കാൻ നിവർത്തില്ല. അതിനുശേഷം പിന്നെ അങ്ങ് വിഴുന്നു. അങ്ങനെ വിഴുന്ന് കിടന്നാണ് പല പ്രാവശ്യം അദാലത്തിന് വിളിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റിൽ ഒരു അദാലത്തിന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് തീരുമാനമായാണ് ഇത്ര അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ്. അപ്പൊ അത്രയും അടയ്ക്കാൻ മതി, പ്രമാണം തിരിച്ചു തരുമെന്ന് പറഞ്ഞ് എന്റെ പേരിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ 3 വർഷം, അതായത് 3 വർഷം മുന്നേയുള്ള 3 ലക്ഷം അവര് പറഞ്ഞ അദാലത്തിൽ പറഞ്ഞ 3 ലക്ഷം അടച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞപ്പോ ഒരു മാസം മുമ്പ് ചെന്നപ്പോൾ, 2 മാസം മുമ്പ് ചെന്നപ്പോ അവര് പറയുന്നത് ഇനിയും 3 ലക്ഷം അടയ്ക്കണം, എങ്കിലേ പ്രമാണം തിരിച്ചു കിട്ടുള്ളൂ, അടയ്ക്കാൻ എഴുതിയിട്ടേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞ തീരുമാനമായല്ല ചെയ്യുന്നത്. അദാലത്തിൽ പിന്നെ വിളിക്കേണ്ട കാര്യം നിങ്ങൾ പറ്റിച്ചാണോന്ന് ചോദിച്ചിട്ടാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അടയ്ക്കാന്ന് പറയും ഹൗസിംഗ് ബോർഡിനാണ്. അപ്പൊ ഇനി മുഖ്യമന്ത്രി വകുപ്പ് മിനിസ്റ്റർ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നാലേ നമുക്ക് യാതൊരു നിവൃത്തിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നിവർത്തിയില്ലെങ്കിൽ എന്റെ അവിടെ ചെന്ന വെള്ളം സമാനം കിടക്കും. അതേ ഉള്ളൂ, അത്ര ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളെ കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. സമരത്തില് നമുക്ക് വിശ്വാസമില്ല. ആത്മഹത്യ തന്നെ വഴി. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഈ വയസ്സുകാലത്ത് ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങൾക്ക് തൊഴിലൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടുപേരും പ്രായമായവരും. ഭർത്താവ് ഒരു വികലാംഗനാണ്, ഞാൻ ഒരു ഹാർട്ട് രോഗിയാണ്. പോയിട്ട് എന്നും നിത്യ രോഗിയാണ്. എനിക്ക് തന്നെ മാസം 2000 രൂപ മരുന്നിന് വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. സർക്കാർ വരുന്ന പെൻഷനിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതാണ് നമ്മളൊരു ആശ്രയം. അല്ല വേറെ വരുമാനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും മിനിസ്റ്ററെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പോയത്. അപ്പൊ പ്രമാണത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഇപ്പൊ 3 ലക്ഷം അടച്ചു, ഇനി 3 ലക്ഷം ആകുമ്പോ 6 ലക്ഷം എന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ നിവൃത്തിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അന്നം കടച്ച് എപ്പോഴും എടുക്കുമായിരുന്നു. ഇന്നലെ നമ്മൾ ടെവയ്ക്കില്ലായിരുന്നു. നമ്മളിപ്പോ നിവൃത്തിയില്ല.
ബിസിനസ് നമുക്ക് ഈ സർക്കാരുകാരുടെ പെൻഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ചൊക്കെയാണ് ഇത്രയും കൊണ്ട് എന്ന് അടയ്ക്കാൻ പറ്റിയത്. അല്ലാതെ വേറെ ഒരു വരുമാനവും മാർഗം അങ്ങനെ യാതൊരു ഇല്ല. അവരിപ്പോ കൃത്യമായിട്ട് പറയുന്നത് അത് അന്നിരുന്ന കളക്ടറാണ് ആ തീരുമാനം എടുത്തത്. പക്ഷെ അത് പറ്റൂല, 3 ലക്ഷം കൂടി ഇനി അടച്ചാലേ ശരിയാകും, എങ്കിലേ പ്രമാണം തരുള്ളൂ. അപ്പൊ ഒരുപാട് മാസമായിട്ട് കയറി ഇറങ്ങി 3 വർഷം കൊണ്ട് കയറി ഇറങ്ങി വീണ്ടും 3 വർഷം തുടർച്ചയായിട്ട് വയ്ക്കുകയാണ് ചെയ്യണം. പ്രശ്നമുണ്ട് ആരോഗ്യപരമായി. എല്ലാ പ്രശ്നവും തന്നെ ഇപ്പൊ ശരിക്കും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ പേരിലാണ് എന്തെങ്കിലും മുഖ്യമന്ത്രിയും വകുപ്പ് മിനിസ്റ്ററായിട്ട് അറിഞ്ഞത് തീരുമാനം എടുക്കട്ടെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. പ്രതികരണം അവിടെ വേണ്ടെന്ന് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അവരെ അയച്ചിട്ട് വേണ്ടെന്ന് ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ, വേറെ മിനിസ്റ്ററുടെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഹെൽത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലല്ല, പഞ്ചായത്തില് ഇത് പോയിട്ട് കാര്യമെല്ലാം തോന്നുന്നു. അപ്പോ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു പ്രമാണം കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇപ്പോ ഈ ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അപ്പോ ഒരു സമരം കിടക്കുക അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ അവരുടെ മുമ്പിൽ വെള്ളം പിടിക്കാൻ കിടക്കാനേ പറ്റുള്ളൂ. അല്ല വേറെ ഇനി ഒരു മാർഗം സ്വീകരിക്കല്ല. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാലും മതി. അത്ര ഇത് രണ്ട് വഴിയും. അപ്പോ അത് ഇപ്പൊ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എന്റെ ഒരു മരുന്നിന് തന്നെ അത് സർക്കാർ പെൻഷൻ തികയുന്നില്ല മരുന്ന് വാങ്ങാൻ. പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മലയാളി വാർത്തയിൽ കൂടെ അറിയിക്കുന്നത്. സമരം കിടക്കുക അല്ലാതെ സമരം വെള്ളം കുടിക്കാതെ സമരം കിടക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. മുഖ്യമന്ത്രി ഒരു തീരുമാനം മുഖ്യമന്ത്രിയൊക്കെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത് സിഎമ്മിന്റെ ഓഫീസിൽ നിന്ന് മറുപടി തന്നിരുന്നു, അതോ പരാതി വാങ്ങി കൊടുത്തു. പരാതി കൊടുത്ത് അന്വേഷിച്ചിട്ട് ഉടനെ മറുപടി അറിയിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു മാസം 2 കൊടുത്തിട്ട് 1 മാസത്തിന്റെ അകത്തായോ രണ്ടുപേരും തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. 28 വർഷമായി ലോൺ എടുത്തിട്ട്. 28 വർഷം കൊണ്ട് ഇപ്പൊ പൈസ അടച്ചിട്ട് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം നമ്മൾ കയറി ഇറങ്ങി പോണതിന് ഒരു കയ്യും കണക്കൂല. ഈ വികലാംഗനായ ആള് പോണമെങ്കിൽ എത്ര രൂപ ചെലവുണ്ടെന്നറിയാം. നമ്മൾ ആ ദുഃഖപ്പെട്ടാണ് നമ്മൾ പോവുകയും വരെയൊക്കെ ചെയ്യുന്നത്. ഹൗസിംഗ് ബോർഡിൽ പോണത് വാൽഡാർത്ത് നിന്നാണ് എടുത്തത്. ഇപ്പൊ തിരുവനന്തപുരത്താണ് ഇതിന്റെ മെയിൻ ഓഫീസ്. ഇവിടെയാണ് പോണത്. അന്വേഷിച്ച് ചെല്ലാൻ പോക്ക് അവര് വരെ ഇതും പറഞ്ഞു ആണ് വിടണേ ഞങ്ങളെ.